വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ സാറേ? സാർ കേൾക്കാം സാർ, വളരെ ക്ലിയർ സാർ. ഓക്കെ, പിന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുരേഷ്, നോർത്ത് പറവൂർ കൈകാരം സ്വദേശി, സ്റ്റാർ പ്ലാറ്റിനം അച്ചീവറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലിരിക്കുന്നവരെ സ്വാഗതം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വിളിക്കേണ്ടത് വിനോദ് സാറിനെ വെൽക്കം ചെയ്യുന്നു. വിനോദ് സാർ, പല സ്ഥലത്തും നമ്മൾ ബോഡി സ്കാൻ പ്രോഗ്രാം നടത്തി. അപ്പം അവിടെ എല്ലാം നമ്മുടെ ബോഡി സ്കാനിങ് മെഷീനിൽ കാണുന്ന കാര്യങ്ങൾ ഒരു ചാർട്ടിൽ എഴുതി കൊടുക്കുന്നു. അത് ന്യൂട്രീഷൻ കൗൺസിലർ അതിന് വേണ്ട പ്രതിവിധികൾ പറഞ്ഞു തരുന്നു. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ആരും വിശദമായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ആദ്യമായിട്ട് ബോഡി സ്കാനിങ് മെഷീൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എല്ലാവരും ഒന്ന് കാണിക്കാം. ഇതാണ് ബോഡി സ്കാനിങ് മെഷീൻ. ഉണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സാറേ കാണാൻ പറ്റുന്നില്ല. വിനോദ് സാറിനെ കാണുന്നേ. വിനോദ് സാറിനാണ് കാണുന്നത്. സ്ക്രീൻ മാറ്റും. കാണാമോ? ജോയി സാറിന്റെ മൈക്ക് ഓഫ് ചെയ്തോ. ബീന വേണം മൈക്ക്. സാറേ ഒരു ഇത്തിരി ഒച്ചയും പറയണം കേട്ടോ സാറേ. ആ കാണാമല്ലോ. ബോഡി സ്കാനിങ് മെഷീൻ ഉണ്ടോ? കാണാം. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന്, ഇതിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവരുടെയും കയ്യിൽ ഇതുപോലത്തെ ഒരു ചാർട്ട് പേപ്പർ കാണും എന്ന് വിചാരിക്കുന്നു. ബോഡി സ്കാനിങ് ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനത്തെ ഒരു ചാർട്ട് പേപ്പർ. ആ ചാർട്ട് പേപ്പറിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ബോഡി സ്കാനിങ് മെഷീന്റെ പേര് അത് പല ടൈപ്പ് ഉണ്ട്. ഈസി കെയർ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട്. നമുക്ക് ഇപ്പൊ രാജൻ സാർ ഇപ്പൊ ജനീൽ സാറിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാറിന് മേടിക്കാൻ കിട്ടും. ബ്ലൂടൂത്ത് വഴി വർക്ക് ചെയ്യുന്ന മെഷീനാണ്. അപ്പൊ ഞാൻ ആ ബോഡി സ്കാനർ ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷീറ്റ് ഉണ്ട്, അതെല്ലാരും കണ്ടിട്ടുണ്ടോ? എത്ര പേരുടെ കയ്യിലുണ്ട് ഡാറ്റ ഷീറ്റ്? എത്ര പേരുടെ കയ്യിലുണ്ട്? എന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ ഡാറ്റ ഷീറ്റിൽ ആദ്യം എഴുതിയിരിക്കുന്നത് നെയിം ആൻഡ് പ്ലേസ്. അപ്പൊ നമ്മള് ബോഡി സ്കാൻ ചെയ്യാൻ പോകുന്ന ആളുടെ പേര് എഴുതണം, സ്ഥലം എഴുതണം, അതുപോലെ തീയതി എഴുതണം. പിന്നെ ആളുടെ ഹൈറ്റ്, പൊക്കം എഴുതണം, വയസ്സ് എഴുതണം. അത്രയും നമ്മൾ ആ ഷീറ്റിൽ ആദ്യം തന്നെ എഴുതണം. ബാക്കിയെല്ലാം നമുക്ക് ആ മെഷീനിൽ നിന്ന് വരുന്ന റിസൾട്ട് അനുസരിച്ചിട്ടാണ് എഴുതുന്നത്. പിന്നെ വരുന്നത് വെയിറ്റ് ആണ്. അപ്പൊ വെയിറ്റ് മെഷീനിൽ കാണിക്കും, അത് ആ ഷീറ്റിൽ എഴുതണം. രണ്ടാമത്തത് വരുന്നത് BMI. എന്താണ് BMI? ബോഡി മാസ് ഇൻഡെക്സ്. എഴുതിക്കോ, BMI, ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് 20 തൊട്ട് 25 വരെ
നോർമൽ വരണം. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ മെഷീനിൽ നിന്ന് നമുക്ക് ആ റിസൾട്ട് കിട്ടും. റിസൾട്ട് വരുമ്പോൾ 20 തൊട്ട് 25 വരെ വരുന്നത് നോർമലാണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് എന്നൊക്കെ എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞുതരാം. ആ ബോഡി മാസ് ഇൻഡെക്സ് 30-ന് 25-ന് മുകളിലേക്ക് കയറി 30-ന് മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം. അത്രയും വരാൻ പാടില്ല. 30-ന് മുകളിലേക്കൊന്നും വരാൻ പാടില്ല കേട്ടോ. ലെസ് ദാൻ, അതായത് 20-ൽ കുറവ് വരാനും പാടില്ല. 20-ൽ കുറവ് വരാനും പാടില്ല. അപ്പൊ ഇനി ബോഡി മാസ് ഇൻഡെക്സ് എന്തെന്നാണ്, അതെന്താന്ന് നമുക്ക് പഠിക്കാം. എല്ലാവരും നോട്ട് ബുക്കും പേനയൊക്കെ റെഡിയാണല്ലോ? യെസ് സർ. ബോഡി മാസ് ഇൻഡെക്സ് എന്താണ്? നിങ്ങളുടെ ഉയരത്തിന് അനുസരിച്ചുള്ള ഭാരം ഉണ്ടോ എന്ന് കാണാനുള്ള മാർഗമാണ് ബോഡി മാസ് ഇൻഡെക്സ്. നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചുള്ള ഭാരം, നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചുള്ള ഭാരം ഉണ്ടോ എന്ന് കാണാനുള്ള മാർഗമാണ് ബോഡി മാസ് ഇൻഡെക്സ്. എഴുതിയ സാറ് ഒന്നും കൂടെ പറഞ്ഞ്, നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചുള്ള ഭാരം ഉണ്ടോ എന്ന് കാണാനുള്ള മാർഗമാണ് ബോഡി മാസ് ഇൻഡെക്സ്. എഴുതിയ എഴുതിയോ? എഴുതി സർ. എഴുതി സാർ. ഉയർന്ന BMI ആണെങ്കിൽ ആരോഗ്യം മോശമാകും. ഉയർന്ന BMI ആണെങ്കിൽ ആരോഗ്യം മോശമാകും. അപ്പൊ ആരോഗ്യം മോശമാകാത്ത BMI എത്ര വേണം? 20-25 അടയ്ക്ക് വേണം. അപ്പൊ അതിന് മുകളിലേക്ക് ഇങ്ങനെ അടയ്ക്കുക. ഓക്കെ. അപ്പൊ അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരോഗ്യം മോശമാകും. അപ്പൊ അവരുടെ ലക്ഷണം എന്തായിരിക്കും? BMI കൂടുതലുള്ളവരുടെ ലക്ഷണം ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും. BMI കൂടുതലുള്ളവർക്ക് ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും. എന്നാൽ കൊഴുപ്പ് വേണം ശരീരത്തിൽ. നോർമൽ സ്റ്റേജിലുള്ള കൊഴുപ്പ് വേണം ശരീരം വർക്ക് ചെയ്യണമെങ്കിൽ. ആ കൊഴുപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് പോഷകങ്ങൾ ലഭിക്കുന്നില്ല. നമ്മുടെ ന്യൂട്രിചാർജ് സപ്ലിമെന്റ് എങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാം അറിയാമോ? കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് കൊടുക്കരുത്. കാരണം വെള്ളം കുടിക്കുന്നതിനൊരു നിയന്ത്രണം ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാ ഫുഡ് സപ്ലിമെന്റുകളും വർക്ക് ചെയ്യുന്നത് ധാരാളം വെള്ളത്തിലാണ് വർക്ക് ചെയ്യുന്നത്. യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർ പ്രോട്ടീൻ പൗഡർ കഴിക്കാം, പക്ഷേ അളവ് വളരെ കുറവായിട്ട് കഴിക്കാവൂ. കാരണം കൂടുതൽ കഴിക്കുമ്പോഴും അതിൽ കാൽസ്യം അടിഞ്ഞുകൂടി യൂറിക് ആസിഡിന്റെ ശക്തി ഒന്നുകൂടി കൂടും. അതനുസരിച്ച് പല ബുദ്ധിമുട്ടുകളും ശരീരത്തിൽ ഉണ്ടാവും.
ഓക്കെ. അപ്പൊ BMI കണക്ക് കൂട്ടാനായിട്ട് ഒരു സാർ യൂറിക് ആസിഡിന്റെ ഒന്നോട് പറയുന്നത് സാർ. ഏതാണ് യൂറിക് ആസിഡിന്റെ യൂറിക് ആസിഡ് ഉള്ളവർക്ക് പ്രോട്ടീൻ പൗഡർ റെക്കമെൻഡ് ചെയ്യണ്ട. കഴിക്കാം, പക്ഷെ അത് വളരെ ഒരാൾക്ക് പ്രോട്ടീൻ കഴിക്കുന്നത് അതായത് 60 കിലോ തൂക്കമുള്ള ആൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ കഴിക്കണം. അത് യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർ അത് അധികം 60 ഗ്രാമും കഴിച്ചു കഴിഞ്ഞാൽ 60 കിലോ തൂക്കമുള്ള ഒരാള് യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ ആ ആള് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് സന്ധികളിലൊക്കെ ആയിരിക്കും കൂടുതൽ അടിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സന്ധി വേദന, പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം ആൾക്കാർക്ക് പ്രോട്ടീൻ പൗഡർ റെക്കമെൻഡ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഒരു ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് പോലും റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ BMI ഇവിടം വരെ നമ്മൾ പഠിച്ചു. ഇനി അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, BMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, ശരിക്കും ശ്രദ്ധിച്ചോളാം കേട്ടോ. BMI കണക്ക് കൂട്ടാൻ ഇതൊരു പൗണ്ട് എന്ന് പറഞ്ഞ കേട്ടില്ലേ, ഒരാൾക്ക് 180 പൗണ്ട് ഭാരം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു പൗണ്ട് എന്ന് പറയുന്നത് 450 ഗ്രാമാണ്. എഴുതിക്കോ. BMI കണക്ക് കൂട്ടാൻ ഉദാഹരണം, ഒരാൾക്ക് 180 പൗണ്ട് ഭാരം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു പൗണ്ട് 450 ഗ്രാമാണ്. അപ്പൊ 100 പൗണ്ട് എന്ന് പറയുന്നത് 45 കിലോ ആണ്. 200 പൗണ്ട് എന്ന് പറയുന്നത് 90 കിലോ ആണ്. അപ്പൊ അത് നിങ്ങൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുത്തോളാം. അപ്പൊ ഒരു പൗണ്ട് 450 ഗ്രാം, ഒരാൾക്ക് 180 പൗണ്ട് ഭാരം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ആളുടെ ഉയരം 5 അടി 5 ഇഞ്ച്. 5 അടി എന്ന് പറയുമ്പോൾ 1 അടി 12 ഇഞ്ച്. അപ്പോൾ 15 60, അങ്ങനെ 65 ഇഞ്ച് ഒരാളുടെ ഉയരം ഉണ്ടെന്ന് വിചാരിക്കുക. എഴുതിയില്ലേ? അത്ര എഴുതിയില്ലേ? എഴുതിയോ? അത്ര എഴുതിയോ? സാറേ ഒന്നും കൂടെ പറ. BMI കണക്ക് കൂട്ടാനായിട്ട് BMI നമുക്ക് ഒരാളുടെ വെയിറ്റ് അനുസരിച്ച് കണക്ക് കൂട്ടി എടുക്കാൻ പറ്റും, അയാൾക്ക് എത്ര ഉണ്ടെന്നുള്ളത്. ബോഡി സ്കാൻ മെഷീൻ ഇല്ലാതെ BMI നമുക്ക് കണക്ക് കൂട്ടി എടുക്കാൻ പറ്റും. ഉദാഹരണം, ഒരാൾക്ക് 180 പൗണ്ട് ഭാരം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പൗണ്ട് എന്ന് പറയുന്നത് 450 ഗ്രാം. ഒരു പൗണ്ട് എന്ന് പറയുന്നത് 450 ഗ്രാം. എഴുതിയ? അത്ര എഴുതിയ? അത്ര എഴുതി സാർ. ആ ആളുടെ പൊക്കം 65 ഇഞ്ച്. ആ ആളുടെ പൊക്കം 65 ഇഞ്ച്. എഴുതിയ? എഴുതിയ? എഴുതി സാർ. 180 ഗുണം 703. 703 എന്ന് പറയുന്നത് ഈ BMI ഒരു സംഖ്യയാണ്. BMI കണക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഖ്യയാണ് 703 കേട്ടോ. ആ 703 എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഇത് ആ BMI കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഖ്യയാണ്. 180 പൗണ്ടിനെ, അതായത് ആളുടെ ഭാരത്തിനെ 703 കൊണ്ട് ഗുണിക്കണം.
180 ഗുണം 703 സമം 1,26,540 ഒരു സംഖ്യ കിട്ടും. ഒരു ശരീരത്തിന്റെ, അതായത് ആ തൂക്കം 180 പൗണ്ടിനെ 703 കൊണ്ട് ഗുണിക്കുമ്പോൾ 126,540 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. അത്രയും എഴുതിയ സാറേ? എഴുതിയില്ലേ? എഴുതി സാർ. ഇനി ആ 126,540 65 കൊണ്ട് ഹരിക്കണം. 65 ഏതാണ്? നമ്മുടെ ആ ആളുടെ പൊക്കം. ആ ആളുടെ പൊക്കം 126,540 65 കൊണ്ട് ഹരിക്കുമ്പോൾ 1946.769 കിട്ടും. 1946.769 കിട്ടും. അവിടം വരെ എഴുതിയോ? എന്നിട്ട് നിങ്ങൾ എഴുതിയെടുത്തിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് ഇതിനെ കുറിച്ചൊന്ന് കണക്കൂട്ടി എടുത്താൽ മതി, മനസ്സിലാവും കേട്ടോ. അത്രയും വരെ എഴുതിയോ എല്ലാവരും? എഴുതി. കാരണം ഒരാളുടെ BMI അറിയാൻ വേണ്ടിയിട്ടാണ്. BMI നോർമൽ ആണെങ്കിൽ ആ ആളുടെ ശരീരം ഏകദേശം ഒന്ന് വലിയ പ്രശ്നമില്ലാത്ത ശരീരമായിട്ടൊക്കെ നമുക്ക് തോന്നും. എന്നാൽ നമുക്ക് മുഴുവൻ ഭാഗം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി ആ 1946/769 വീണ്ടും 65 കൊണ്ട് ഹരിക്കണം. വീണ്ടും 65 ഉണ്ട്. 65 ഏതാണ്? ഒരാളുടെ പൊക്കം. 65 1946.769 വീണ്ടും 65 കൊണ്ട് ഹരിക്കുമ്പോൾ അയാളുടെ BMI 29.95 ആയിരിക്കും. അയാളുടെ BMI 29.95 ആയിരിക്കും. ഒരു പൗണ്ടിന്റെ തൂക്കം 450 ഗ്രാമാണ്. ഇരുപത്തഞ്ചിന് മുകളിലേക്ക് 30 മുകളിലേക്കും BMI വന്നാൽ ആ ആള് ഒരു പൊണ്ണ തടിയനായിരിക്കും. BMI 30 കൂടുതലോ 29 മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ആള് ഒരു പൊണ്ണത്തടിയനായിരിക്കും. അപ്പൊ നമുക്ക് നല്ല പൊണ്ണത്തടിയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാം നിങ്ങളുടെ BMI കൂടുതലാണ്. ഇനി BMI കൂടുതലായി കഴിഞ്ഞാൽ വരാവുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? BMI കൂടുതലായി കഴിഞ്ഞാൽ വരാവുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ്? ഇത്രയും ഭാഗമൊക്കെ എഴുതിയല്ലോ അല്ലേ എല്ലാവരും? എഴുതി. എല്ലാ ലേഡീസ് വിഭാഗങ്ങളും എഴുതിയല്ലോ അല്ലേ എല്ലാവരും? ഓക്കെ. അപ്പൊ BMI കൂടുതലായാൽ വരാവുന്ന അസുഖങ്ങള് ഹൃദ്രോഗം. ഹൃദ്രോഗം. BMI കൂടുതലായി കഴിഞ്ഞാൽ വരാവുന്ന അസുഖങ്ങൾ ഹൃദ്രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, ടൈപ്പ് 2 പ്രമേഹം, വൻകുടൽ, സ്തനം, ഗർഭാശയ അർബുദങ്ങൾ,
വൻകുടലില് സ്തനഭാഗത്ത് ഗർഭാശയത്തിലൊക്കെ അർബുദങ്ങൾ വരാം. ഇത് റേഞ്ച് പോയിട്ടുണ്ട്, കേട്ടില്ല. റേഞ്ച് പോയിട്ടുണ്ട്, കേൾക്കണില്ലേ? പറഞ്ഞത് കേട്ടില്ല. റേഞ്ച് പോയി. റേഞ്ച് പോയോ? ആ, ഒന്നുകൂടെ പറഞ്ഞാൽ മതി. ടൈപ്പ് 2 പ്രമേഹം കഴിഞ്ഞിട്ട് സാറ്. ഇപ്പൊ കേൾക്കാമോ? ആ, കേൾക്കാം. ടൈപ്പ് 2 പ്രമേഹം കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ടൈപ്പ് 2 പ്രമേഹം കഴിഞ്ഞിട്ട് വൻകുടൽ സ്തനഭാഗത്ത് ഗർഭാശയ ഭാഗത്തൊക്കെ അർബുദങ്ങൾ വരാം. ഇവിടെ നല്ല മഴയാണ്. വൻകുടൽ ഉം. കുടൽ ഒന്നുകൂടി ഉറക്ക പറഞ്ഞേ. ആ, വൻകുടൽ എന്ന് കഴിഞ്ഞിട്ട് ബാക്കി സ്തനം ആ മുലകുടിക്കുന്ന ഭാഗമില്ലേ? ആ ഗർഭാശയം ഇവിടെയെല്ലാം അർബുദങ്ങള് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അർബുദങ്ങൾ വരാൻ ഉള്ള സാധ്യതയുണ്ട്. എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഈ അസുഖങ്ങള് BMI കൂടിയാലാണോ കുറഞ്ഞാലാണോ വരുന്നത്? കൂടിയാൽ. അപ്പൊ ഇനി അടുത്തത്, നിങ്ങളുടെ BMI 18.5 താഴെയാണെങ്കിൽ, നിങ്ങളുടെ BMI 18.5 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ BMI 18.5 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ എഴുതിക്കോ, ഹെഡിങ് അങ്ങനെ എഴുതിയാ. ഇനി ആ സാധ്യതകൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. എഴുതിയല്ലോ അല്ലേ? ഒന്ന്, പോഷകാഹാരക്കുറവ്. രണ്ട്, വിളർച്ച. മൂന്ന്, ദുർബലമായ രോഗപ്രതിരോധ ശേഷി. 4, ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ്. അതെന്തെന്നാണ് സാറേ ഈ ഓസ്റ്റിയോപൊറോസിസ്? എല്ല് പൊടിഞ്ഞു പോവും, ഭയങ്കര വീക്കാവും എല്ല് വീക്കാവും. അടിപൊളി. ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയും. ഓക്കെ. 5, വന്ധ്യത. അപ്പൊ നിങ്ങളുടെ BMI 18.5 താഴെയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ BMI 18.5 താഴെയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ BMI ആണ് നമ്മൾ തുടങ്ങിയത്. BMI എല്ലാവർക്കും ശരിക്കും മനസ്സിലായോ? മനസ്സിലായതിനു ശേഷം അടുത്തതിനകത്തേക്ക് പോകുള്ളൂ.
അപ്പൊ BMI നോർമൽ ആണെങ്കിൽ അയാൾക്കൊന്നും റെക്കമെൻഡ് ചെയ്യണ്ട. BMI ഫുഡ് സപ്ലിമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, സ്ലിം ആൻഡ് ഫിറ്റ്. സ്ലിം ആൻഡ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സ്ലിം ആൻഡ് ഫിറ്റ് കേട്ടിട്ടുണ്ടോ? അത് കൊടുക്കാം. അയാളൊരു കിഡ്നി പേഷ്യന്റ് ആണെങ്കിൽ കൊടുക്കരുത്. യൂറിക് ആസിഡ് ഉള്ള ആളാണെങ്കിൽ ഒന്ന് ഡോക്ടറോട് ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ ഇത് കൊടുക്കാവൂ. അല്ലാത്ത ആൾക്കാർക്ക് ഇത് കൊടുക്കാം. സ്ലിം ആൻഡ് ഫിറ്റ് കേട്ടാ. പൊണ്ണത്തന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് സ്ലിം ആൻഡ് ഓക്കെ. പിന്നെ ഇവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വ്യായാമം. ഒരു 30 മിനിറ്റ് നടക്കണം, സ്പീഡിൽ നടക്കണം. സ്പീഡില് ഒരു 10 മിനിറ്റ് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങണം കേട്ടാ. സാറ് സ്ലിം ആൻഡ് ഫിറ്റ് കൊടുക്കാണ്ടിരിക്കണ ആർക്ക് വേണ്ടിയാ? പൊണ്ണത്തടിയുള്ള ആൾക്കും ചിലപ്പോൾ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ആദ്യം നമ്മൾ യൂറിക് ആസിഡ് കേട്ടാ. കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഫുഡ് സപ്ലിമെന്റുകളൊന്നും കൊടുക്കരുത്. അപ്പോ BMI കൂടുതൽ ഉള്ള ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ സ്ലിം ആൻഡ് ഫിറ്റ് കൊടുക്കാം. അതാണ് നമ്മളുടെ ഫാറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള, തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെന്റ്. ഇനി BMI കുറവ്, ഇപ്പൊ 18.5 താഴെ വരുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഇത് ഈ SNFന്റെ ഒപ്പം മറ്റേ ന്യൂട്രീഷൻ ഐറ്റംസ് കൊടുക്കാല്ലേ? ന്യൂട്രിഷാർജ്, മാൻ, വെജ് ഒമേഗ, ഗാമ, അതെല്ലാം പറയാം, ലാസ്റ്റ് പറയാം. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് എല്ലാം നമുക്ക് വിശദമായിട്ട് പറയാം. ഇതിപ്പോ ഒരു പോയിന്റ് മാത്രം, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഒരു ചാർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞതിന് ചാർട്ട് ലിസ്റ്റ് പൂർണ്ണമായതിനു ശേഷമാണ് നമ്മൾ ഫുഡ് സപ്ലിമെന്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. BMI മാത്രമല്ലല്ലോ നമ്മൾ ബോഡി സ്കാനിൽ നോക്കുന്നത്. ആണോ? എന്തൊക്കെ നോക്കും ബോഡി സ്കാനിൽ? BMI അല്ലാണ്ട് കുറെ ഐറ്റങ്ങൾ നോക്കൂലേ? മൊത്തം റിസൾട്ട് അല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോ BMIക്ക് വേണ്ടി മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ 18.5 താഴെ ആണ് നിങ്ങളുടെ BMI വരുന്നതെങ്കിൽ ആ ആള് വളരെ മെലിഞ്ഞതും ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് ഗെയിനർ റെക്കമെൻഡ് ചെയ്യാം. ഗെയിനർ റെക്കമെൻഡ് ചെയ്യാം. നല്ല മഴയാണ്. എന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. അടുത്തത് ബോഡി ഫാറ്റ് ആണ്. ബോഡി ഫാറ്റ് എന്താണ്? ബോഡി ഫാറ്റ് അതാണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ പോയിന്റ് കേട്ടാ. ബോഡി ഫാറ്റ്. നമ്മുടെ ആ ബോഡി സ്കാനർ ഡാറ്റ ഷീറ്റില് ബോഡി ഫാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതിൽ എന്താണ് ബോഡി ഫാറ്റ്? പറയട്ടെ? പറഞ്ഞോ സർ. ശരീരത്തിന്റെ മൊത്തം ഭാരത്തിൽ കൊഴുപ്പ് എത്രത്തോളം അടങ്ങിയിരിക്കുന്നു എന്നതിന്റെ അളവിനെയാണ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ മൊത്തം ഭാരത്തിന്റെ കൊഴുപ്പ് എത്രത്തോളം അടങ്ങിയിരിക്കുന്നു എന്നതിന്റെ അളവിനെയാണ് ബോഡി ഫാറ്റ് എന്ന് വിളിക്കുന്നത്. എന്നതിന്റെ എന്താണ്? ശരീരത്തിന്റെ മൊത്തം ഭാരത്തിന്റെ കൊഴുപ്പ് എത്രത്തോളം അടങ്ങിയിരിക്കുന്നു എന്ന
എന്നതിന്റെ അളവിനെയാണ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത്. എഴുതിയോ എല്ലാവരും? യെസ് യെസ്. എഴുതിയോ? Yes. എഴുതി. എഴുതി പറയട്ടെ, സർ. മക്കളിലേക്ക് പോയിക്കോട്ടെ. യെസ് സർ. ഇതില് പേശികൾ, അസ്ഥികൾ, വെള്ളം, അവയവങ്ങൾ എന്നിവ ഒഴികെയുള്ള ശരീരഭാഗത്തിന്റെ കൊഴുപ്പിന്റെ അളവാണ് ബോഡി ഫാറ്റ്. ഇതിനകത്ത് പേശികള്, അസ്ഥികൾ, വെള്ളം, അവയവങ്ങൾ എന്നിവ ഒഴികെയുള്ള ശരീരഭാഗങ്ങളിലെ കൊഴുപ്പിന്റെ അളവിനെയാണ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബോഡി ഫാറ്റിൽ ഇതൊന്നും ഉൾപ്പെടുത്തൂല. പേശികൾ, അസ്ഥികൾ, വെള്ളം, അവയവങ്ങൾ എന്നിവ ഒഴികെയുള്ള ശരീരഭാഗങ്ങളിലെ കൊഴുപ്പിന്റെ അളവിനെയാണ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത്. എഴുതിയ എഴുതി. ബോഡി ഫാറ്റ് എന്താണെന്നുള്ളത് പിടികിട്ടിയില്ലേ? ഇനി ബോഡി ഫാറ്റിന്റെ പ്രാധാന്യം എന്താണ്? ബോഡി ഫാറ്റിന്റെ പ്രാധാന്യം എന്താണ്? അതാണ് അടുത്ത കാര്യം. എല്ലാവർക്കും ബോഡി ഫാറ്റ് വേണം. അതിന്റെ പ്രാധാന്യം എന്താണ്? ശരീരത്തിന്റെ താപനില നിലനിർത്താനും അവയവങ്ങൾക്ക് സംരക്ഷണം നൽകാനും എഴുതിയോ? അത്ര എഴുതിയോ? യെസ് യെസ്. ഊർജം സംഭരിച്ചു വെക്കുവാനും എഴുതിയോ? യെസ്. ഊർജം സംഭരിച്ചു വെക്കുവാനും ഒരു നിശ്ചിത കൊഴുപ്പ് അത്യാവശ്യമാണ്. ഒരു നിശ്ചിത കൊഴുപ്പ്, അതിനും ഒരു അളവുണ്ട്. നിശ്ചിത കൊഴുപ്പ് അത്യാവശ്യമാണ്. ഇനി ഈ നിശ്ചിത കൊഴുപ്പിന്റെ അളവ് എന്തോരം വേണം അറിയണ്ടേ? ആണുങ്ങൾക്കാണെങ്കിൽ 20 വരെ ആവാം. 20 വരെ കേട്ടാ. കേട്ടല്ലോ? എത്ര മുതല്? 20 വരെ. എത്ര മുതൽ എന്നുള്ളതില്ല. 20 വരെ. 1 തൊട്ട് 20 വരെ ആവാം. 0 തൊട്ട് 20 വരെ ആവാം. കേട്ടാ? ഓക്കെ. ഇനി അത് 20-ൽ കൂടാൻ പാടില്ല. 20-ൽ കൂടാൻ പാടില്ല കൊഴുപ്പ്. കേട്ടാ? കൊഴുപ്പിന്റെ അളവ് 20-ൽ കൂടാൻ പാടില്ല. എന്നാൽ 20 വരെ ആവാം. സ്ത്രീകൾക്കാണെങ്കിൽ രണ്ടുപേർക്കും വ്യത്യാസമുണ്ട്. ബോഡി ഫാറ്റില് സ്ത്രീയും പുരുഷനും വ്യത്യാസമുണ്ട്. സ്ത്രീകൾക്ക് 25 വരെ ആവാം. 25-ൽ കൂടാൻ പാടില്ല. 25-ൽ കൂടാൻ പാടില്ല സ്ത്രീകൾക്ക് ബോഡി ഫാറ്റ്. അത് ശതമാനം കണക്കിലാണ് കേട്ടോ.
എഴുതിയല്ലോ. എഴുതി. അപ്പൊ ഇത് കൊഴുപ്പ് കൂടിയാൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? കൊഴുപ്പ് കൂടിയാൽ ഉയർന്ന പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടാ. കൊഴുപ്പ് കൂടിയാൽ ഉയർന്ന പ്രമേഹം ഉണ്ടാവാം. പിന്നെ ഹൃദ്രോഗം തുടങ്ങി പല അസുഖങ്ങളും വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഹൃദ്രോഗം തുടങ്ങി പല അസുഖങ്ങളും വരുവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതിനൊരു ചൂട് ചായ കൊണ്ട് തന്നു. ഞാനിങ്ങനെ കിടന്ന് ഒച്ചെടുക്കുന്നുണ്ടാവും. അടിപൊളി. അപ്പൊ അത് ബോഡി ഫാറ്റ് അത്രേ ഉള്ളൂ. ബോഡി ഫാറ്റിനെ കുറിച്ച് പിടികിട്ടിയല്ലോ. യെസ് സർ. സംശയം ഉണ്ടോ? ഇല്ല. ഇത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനു മുന്നേ എവിടെയെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇല്ല. ഇല്ല സർ. ഇല്ലല്ലോ. ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഇല്ല. ബോഡി ഫാറ്റ്, BMI ഇങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മള് ആ സ്കാനറിൽ കാണുന്ന റിസൾട്ട് എഴുതണം. നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം അങ്ങോട്ട് അവതരിപ്പിക്കണം അല്ലേ? ബേസ് ഉണ്ടായിരുന്നു അല്ലേ? അടുത്തത് ബോഡി ടൈപ്പ്. ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ ചാർട്ട് ലിസ്റ്റിൽ കണ്ടിട്ടില്ലേ എല്ലാവരും? ബോഡി ടൈപ്പ് ആ ചാർട്ട് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ഷമീർ സാറായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷമീർ സാർ അത്, അല്ലെങ്കിൽ മാഹിൻ സാർ ഉണ്ടെങ്കിൽ മാഹിൻ സാറിനെ കോണ്ടാക്ട് ചെയ്താലും അത് പ്രിന്റ് ചെയ്ത് തരാനുള്ള ഒരു സൗകര്യം ഇവർ രണ്ടുപേരും ചെയ്തു തരും. കാരണം നമ്മുടെ ആലുവ കുന്നത്തേരി ഭാഗത്ത് വളരെ നല്ല ഭംഗിയായിട്ട് ഒരു ഡാറ്റ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു 500 പ്രിന്റ് ചെയ്യിച്ച് മാഹിൻ സാറിനോട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോഡി സ്കാനറും ഈ പറഞ്ഞ ഡാറ്റ ഷീറ്റും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളരെ സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തവും വിശദവുമായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബോഡി സ്കാൻ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ രണ്ട് കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിൽ ഇവർക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ആകും എന്നുള്ള ഒരു ചിത്രം നിങ്ങളുടെ മുന്നിലുണ്ട്. അത് ലാസ്റ്റ് നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അപ്പൊ നമുക്ക് ബോഡി ടൈപ്പിലേക്ക് പോയാലോ? സമയം എന്തായി? 7:24. 7:24. ബോഡി ടൈപ്പ് പറഞ്ഞിട്ട് ക്ലാസ് നിർത്തണം. മൊത്തം പറഞ്ഞു സാറേ. മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ വേണം. കുഴപ്പമില്ല സാറേ. ബോഡി ടൈപ്പ് ബാക്കി നാളെ മതി സാറേ. വെള്ളിയാഴ്ച എന്തെങ്കിലും പോണ്ട. ഓരോരുത്തരായിട്ട് പറയും. ഉസ്താദിനെ ഇന്ന് വെള്ളിയാഴ്ച എങ്ങും പോകണ്ട. അത് കാരണം ഉസ്താദ് തീർന്നും കേട്ടോളൂ. സാറേ 7:30 നിർത്തണം സാർ. നമ്മുടെ സിസ്റ്റം അതാണ്. സിസ്റ്റം ഫോളോ ചെയ്യോ സാറേ? ഓപ്പണർ